ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത്രയും നാൾ നമ്മളാണ് ഈ ജോർജ് സോറോസിനെ പറ്റിയും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനെ പറ്റിയും ഈ വാൻഗാർഡ് പോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനീസിനെ പറ്റിയും അമേരിക്ക നിയന്ത്രിക്കുന്ന പല കാര്യം, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന, അതിപ്പോൾ ആയുധ വിപണി ആയിക്കൊള്ളട്ടെ, അഗ്രികൾച്ചറൽ മേഖല ആയിക്കൊള്ളട്ടെ, മരുന്ന് മാഫിയകളായിക്കൊള്ളട്ടെ, ഇതിനെയൊക്കെ കുറിച്ച് നമ്മളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്, നമ്മളാണ് നിരന്തരം വാചാലരായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോ സംഭവം നേരെ തിരിഞ്ഞിരിക്കുകയാണ് ബിചേട്ടാ. എക്സാക്ട്ലി തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് നമ്മളെ കുറിച്ച് സംസാരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ RSS എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഭീകരരാണ് അവർ, കൊടും ഭീകരർ. മൊസാദിനെക്കാട്ടിലും വലിയ നെറ്റ്വർക്കാണ് അവർക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കുറിച്ച് അമേരിക്ക സംസാരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയെ ഭരിക്കുന്ന അതിശക്തമായിട്ടുള്ള രഹസ്യ ഗ്രൂപ്പ് എന്നാണ് RSSനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. RSSനെ താരതമ്യം ചെയ്ത് ന്യൂയോർക്ക് ടൈംസ് ഫാന്റസി ഫിക്ഷൻ എഴുതുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇടതുപക്ഷ മാധ്യമങ്ങളുടെ ഭയാനകരമായിട്ടുള്ള നാസി ലേബലുകൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപെടുത്തി, അതായത് ഈ RSSനെ ഇവർ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് അറിയാലോ. ഇവിടെയുള്ള ജിഹാദിസ്റ്റുകൾ RSSനെ കെട്ടാൻ ശ്രമിക്കുന്ന RSS = ISIS = ISIS = HDFC = SBI അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇവര് നേരെ തിരിച്ച് വേറൊരു സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണ്. RSS എന്ന് പറഞ്ഞ നാസിസം, ഫാസിസം, ആ ഒരു ലെവലിലേക്കാണ് അവർ കൊണ്ട് കെട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭീകരമായിട്ടുള്ള സംഘടനയാണ്, ഇവരെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ പോലെ ഒരു സാധനം ഇവർ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് കാണുന്ന പല ആൾക്കാർക്കും, ചില ആൾക്കാർക്ക്, അതായത് നമ്മളെ ചില സംഘപരിവാറുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന ചില ആൾക്കാർക്ക് അഭിമാനം തോന്നും. പക്ഷെ ഇത് അഭിമാനം തോന്നേണ്ട ഒരു കാര്യമില്ല, ഇതൊരു ട്രാപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ തുടങ്ങി വെക്കുകയാണ്, ലോകമെമ്പാടും പറയുകയാണ് RSS നാസി എന്ന് ലോകമെമ്പാടും ഇവരിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ന്യൂയോർക്ക് ടൈംസ് അവരുടെ ഹെഡിങ് തന്നെ നിഴലുകളിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ളത്. അതായത് അധികാരത്തിലേക്ക് എത്തുകയാണ്. ആരാണ് എത്തുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല, പക്ഷെ സമയമാകുമ്പോൾ ഒരാൾ അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. അതാണ് RSSന്റെ പവർ എന്ന് പറയുകയാണ്. ഹിന്ദു വലതുപക്ഷം ഇന്ത്യയെ എങ്ങനെ പുനർനിർമ്മിച്ചു, ഇതാണ് അവരുടെ രണ്ടാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത്. ഹിന്ദു വലതുപക്ഷം എന്നാണ് RSSനെ കുറിച്ച് ഇവർ പറയുന്നത്. മുതീഷ് മഷാലും ഹരികുമാറും, ഇവർ രണ്ടുപേരുമാണ് ഈ ലേഖനത്തിന്റെ പിന്നിലുള്ള രണ്ടു പേർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതായി. എന്തായാലും സർവശക്തനായ തീവ്ര വലതുപക്ഷ രഹസ്യ സമൂഹം എന്നാണ് RSSനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഇലുമിനാറ്റി എന്നും RSSനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. സംഭവം നമ്മൾ ഈ ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ ശക്തമായപ്പോഴുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും പഞ്ചാബിയിലും കന്നഡയിലും തമിഴിലും എല്ലാം അമേരിക്കക്കാരെ നോക്കിയിട്ട്, അമേരിക്കൻസിനെ നോക്കിയിട്ട് നമ്മൾ തെറി പറയുന്നതിന് കയ്യും കണക്കില്ല. അച്ഛൻ പുച്ഛൻ തെറി പറയണം, അല്ലേ? അച്ഛൻ പുച്ഛൻ പറഞ്ഞോണ്ട് ഇംഗ്ലീഷിലും പറയുകയാണ്. കാരണം സ്വാഭാവികമായിട്ട് സായിപ്പിന് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇവൻ നമ്മളെ കുറിച്ച് തെറിയാണ് പറയുന്നതെന്ന് സായിപ്പിന് മനസ്സിലാവുമല്ലോ. ഈ അമേരിക്ക ഡീപ് സ്റ്റേറ്റ് ആണ്, ട്രംപ് ജോക്കറാണ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ സ്വാഭാവികം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ശരിയാ. റഹീം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. റഹീമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട്, എന്താണ്, റഹീമിനെ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ? പല സംഘപരിവാറുകാരും പറയുന്നുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് അല്ല മാനദണ്ഡം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ജനസേവനത്തിന്റെ മാനദണ്ഡം ഇംഗ്ലീഷ് അല്ല, റഹീം ഒരു MP ആണ്, റഹീം അല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപകനല്ല എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഇയാൾക്ക് PhD ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് ചിരി വരികയാണ്. PhD ഉള്ള ഒരാൾക്ക് അത്യാവശ്യം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു ലെവൽ ഇംഗ്ലീഷ് എങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാള് PhD എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണെന്നുള്ളതാണ്. അയാൾ പുവർ എന്ന് പറയുന്നത് പ്യുവർ എന്നാണ്, PURE പ്യുവർ എന്നാണ് പറയുന്നത്. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള കേരളത്തിലെ സകല സാംസ്കാരിക നായകരും ഒന്നിച്ചു പറയുന്നത് എന്താണ്, മാനവികതയുടെ ഭാഷ, അതാണ് റഹീമിന്റെ ഭാഷ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് അല്ല മാനദണ്ഡം എന്ന് പറയുന്നത്. ഇതേ ആൾക്കാർ തന്നെയാണ് നരേന്ദ്രമോദി പ്രോംപ്റ്റർ ഉപയോഗിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുള്ളത്. മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദിയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുള്ളത്. എന്തിനു പറയുന്നു? ഇപ്പോഴും മോദിയെ പറഞ്ഞ് കളിയാക്കുന്ന എന്താ യവന്മാരുടെ പഴയ ഫേസ്ബുക്ക് ഫീഡിലെ പഴയ പോസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പഴയ ഫീഡിലോട്ട് പോയി കഴിഞ്ഞാൽ യവന്മാര് നരേന്ദ്രമോദിയെ വിളിക്കുന്നത് മൈ ഫ്രണ്ട് എന്നാണ്, PREND. നരേന്ദ്രമോദിയുടെ ഇംഗ്ലീഷ് ആക്സന്റ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മൈ ഫ്രണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മൈ ഫ്രണ്ട് എന്നായിപ്പോയി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് യവന്മാര്. ആ യവന്മാരാണ് ഇപ്പോൾ റഹീമിന് വേണ്ടി ന്യായീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷൊക്കെ ഒരു ഭാഷയാണ്
എന്ന് പറഞ്ഞെത്തിയിരിക്കുന്നു. ഗവർണർ പദവിയിൽ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുന്തത്തി കയറ്റിയപ്പോൾ ഗവർണർ പദവി എന്തായി? കൊളോണിയൽ പദവിയായി. ഇപ്പം കൊളോണിയൽ പദവിയായിട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? മേയർ പദവിയാ. വൈകാതെ വരും മേയർ പദവിയാ. ഇത് ഇങ്ങനെയൊക്കെ ഒരു പദവി നമുക്ക് ആവശ്യമുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ, ഇതൊക്കെ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നതാണെന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനെ പറയുന്ന ഒരു ടീമാണ്. എന്തായാലും RSSനെ കുറിച്ചുള്ള ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ ഒരു ലേഖനം, ഇത് എത്തരത്തിലാണ് നമ്മൾ ഇന്ത്യക്കാർ വായിക്കേണ്ടത്? അത് നമുക്കെതിരെയുള്ള ഒരു കുന്തമുന ആണെങ്കിലും ഇതിൽ അഭിമാനിക്കുന്ന പല ആൾക്കാരും ഉണ്ടോ? നമ്മളെ കുറിച്ച് അങ്ങനെ പറയുന്നു, ന്യൂയോർക്ക് ടൈംസ് എഴുതിയിരിക്കുന്നു RSSനെ കുറിച്ച്. അഭിമാനിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിൽ നമ്മൾ? അതിനകത്ത് അവർ പറയുന്ന 1-2 പോയിന്റുകൾ. 2500 സംഘടനകളുണ്ട് RSSന് കീഴിൽ എന്നുള്ളതാണ്. അത് പലതും രഹസ്യ സ്വഭാവമുള്ളതാണ്. ഇതിനകത്ത് ഞാനൊരു എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഞാൻ ഒരു മാധ്യമ സെമിനാറിൽ, ഒരു നാഷണൽ മീഡിയ സെമിനാറിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഈ BMSന്റെ മീഡിയ ഉണ്ട്, അതായത് വർക്കിംഗ് ജേർണലിസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോ അതിന്റെ ആളുകൾ അന്ന് അവിടെ പറഞ്ഞത്, ഈ BMS എന്ന് പറയുന്നത് RSSന്റെ കീഴിലുള്ള ഒരു തൊഴിലാളി സംഘടനയാണ്. അവർക്ക് നേരിട്ട് അവർക്ക് കുറെ ബ്രാഞ്ചുകളുണ്ട്. അതായത് ഈ റെയിൽവേ മേഖലയിൽ, ടീച്ചേഴ്സ് മേഖലയിലൊക്കെ ഉണ്ട്. ഇത് കൂടാതെ അവരിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 6000 സംഘടനയുണ്ട്. BMSൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാഞ്ചസ് എടുക്കുന്നത് പോലെയാണ്. ഇപ്പൊ ഞാനൊരു സംഘടന രൂപീകരിച്ചിട്ട് ഞാൻ BMSന്റെ അഫിലിയേഷൻ എനിക്കെടുക്കാം. അതായത് BMSന്റെ മുഴുവൻ നിയമാവലിയും ഞാൻ പാലിക്കേണ്ട ആവശ്യമില്ല. പകരം ഞാൻ ഒരു അഫിലിയേഷൻ എടുക്കുകയാണ്. അതായത് എന്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ എന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. അതായത് എന്റെ സംഘടനയുടെ എന്നുള്ളതാണ്. അതായത് പൊതു കാര്യങ്ങളിൽ BMSന്റെ നിലപാട് തന്നെയാണ് നമ്മുടെ നിലപാട്. അങ്ങനെ അഫിലിയേഷനുള്ള 6000 സംഘടനകൾ തന്നെ അതിലുണ്ട്. അപ്പോൾ ഈ 2500 അല്ല എന്നുള്ളതാണ് ഈ ഞാൻ പറഞ്ഞില്ല. അവരുടെ തൊഴിലാളി സംഘടന തന്നെ അവരുടെ കീഴിലുള്ള സംഘടനകൾ BMSന്റെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു 6000-ഓളം സംഘടന അതിനകത്ത് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഘപരിവാറിന് കീഴിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനവധി സംഘടനകളുണ്ട്. അതിനകത്ത് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഘടനകളും ഉണ്ടാകുമായിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അപ്പൊ ഇവരിത് ഇന്നും ഇന്നലെ പറയുന്നതല്ല, ഇത് ഇവർ പണ്ട് പുരാതന കാലം തൊട്ടേ പറയുന്നത്. ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യം, പെന്റഗണിൽ വരെ RSSകാരനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരും അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് അഭിമാനിക്കുന്നവരെ എല്ലാം ഇവർ ഈ RSSന്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടാകണം. അവരെല്ലാം RSSന്റെ അജണ്ടകൾ, കാരണം ഇത് കൃത്യമായി മനസ്സിലാക്കുന്നവൻ RSS, ഇത് നമ്മുടെ കേരളത്തിലെ സംഘിപ്പട്ടം ചുമത്തി കൊടുക്കത്തില്ലേ, അതുപോലത്തെ ഒരു രീതിയിലാണ്. ഇതിനകത്ത് ഒരു കൗതുകരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും RSSന്റെ അനുഭാവികളോ പ്രവർത്തകരോ ആണ്. അവരതായതുകൊണ്ട് RSSകാർ അവർക്ക് ജോലി വാങ്ങി കൊടുത്തൊന്നുമല്ല. എവിടെങ്കിലുമൊക്കെ അവരവരുടെ കഴിവ് കൊണ്ട് പോകുന്നു. ശാസ്ത്രജ്ഞന്മാരായിട്ട് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ സയന്റിസ്റ്റുകളുണ്ട്, പലരുമുണ്ട്. അവരൊക്കെ അവരുടെ കഴിവ് കൊണ്ടാണ് ജോലി നേടുന്നത്. അല്ലാതെ അവരെയൊന്നും RSS റെക്കമെൻഡ് ചെയ്താൽ ഈ അമേരിക്കയിലോ ഇല്ലെങ്കിൽ മറ്റു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ജോലിക്കെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ പോലും ജോലിക്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിവുണ്ടെങ്കിൽ ജോലി കിട്ടും. അപ്പോൾ അവരുടെ ഇപ്പൊ നമ്മളൊരു ആശയം ഉള്ളിൽ പേറുന്നവൻ ഒരിടത്ത് ജോലി, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ലേ ഈ ഉദ്യോഗസ്ഥ ലോകത്ത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കേരളത്തിലേക്ക് മാത്രം ചുരുങ്ങി. ഇപ്പൊ നമ്മുടെ ഈ സംസ്ഥാന തലത്തില് സർക്കാർ ജീവനക്കാരുടെ സംഘടനയെ എടുത്തു കഴിഞ്ഞാലോ ഇല്ല സർക്കാർ ജീവനക്കാരുടെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ഏതാണ്ട് 95% ഇടതുപക്ഷ ചിന്താഗതി പേറുന്നവരാണ്. അതിപ്പോൾ ഇടതുപക്ഷം ആഴ്ന്നിറങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവര് ടെസ്റ്റ് നടത്തി ജയിച്ചോ പിൻവാതിലിൽ കൂടി തളിയുരുട്ടി അകത്ത് കയറിയതാ. അപ്പം ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരിതിൽ ഭയക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നെറ്റ്വർക്കിനെ കുറിച്ച് ഇവർക്കൊരു വലിയ ബോധമില്ല. അതായത് ഇന്നും സംഘപരിവാർ എന്താണെന്ന് യാതൊരുവിധ എക്കും പൊക്കും അറിയാത്തവരാണ് നമ്മുടെ ഇന്ത്യയിലുള്ള 99.5% മാധ്യമ പ്രവർത്തകരും. അവർക്ക് അറിയില്ല. ഇപ്പോ എവിടെയെങ്കിലും ഒരു സംഘർഷം നടന്നാൽ ഉടനെ തന്നെ ഇവർക്ക് എളുപ്പമുള്ളൊരു പേര് ബജരംഗ് ദൾ എന്നാണ്. പെട്ടെന്ന് തന്നെ അവർ ബജരംഗ് ദൾ എന്ന് എഴുതും. ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ഇവർ BJP എന്ന് എഴുതും. ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത സമയത്ത് കുറെ ഈ ക്രിസ്ത്യൻ സംഘങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടന്നു. ബജരംഗ് ദൾ എന്നാണ് ഇവർക്ക് എളുപ്പമുള്ള വാക്കതാ. അപ്പൊ ഞാനിത് അന്വേഷിച്ചു. ഇനി ഇതിലും വലിയ കൗതുകം നടന്നു. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ പറയുന്ന ക്രിസ്മസിന്റെ തലേദിവസം ഒരു ബന്ദ് നടന്നിരുന്നു. ഛത്തീസ്ഗഡിലെ ജാർഖണ്ഡിൽ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്രിസ്മസ് ആഘോഷം ഇവിടെ വേണ്ടെന്നും പറഞ്ഞ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ബന്ധായിരുന്നു. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടില്ല. അത് വേറെ ഇഷ്യൂ ആണ്.
അപ്പൊ അവിടെ ഈ ഗോത്രവർഗങ്ങൾക്കിടയിൽ തന്നെ ഈ വിശ്വ ഹിന്ദു പരിഷത്തിനും RSSനും സ്വാധീനമില്ല. അവരുടെ സംഘടനകൾ ശക്തമാണ്. ആ സംഘടനകളാണ് ഇവരിട്ട് അടിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ ഇവർ ഈ പേരിലാണ് ചേർത്തുന്നത്. അതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു പേര് ഒരാൾ പറയുന്നതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഇതൊക്കെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സമയം വരെ ഇത് കേൾക്കത്തുള്ളൂ. നമ്മൾ മണിപ്പൂർ കേട്ടു, 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മണിപ്പൂർ ഇപ്പൊ ആർക്കും പറയണ്ട. ഇനിയിപ്പോ ഇതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വരെ ഇത് നമുക്ക് കേൾക്കാൻ കഴിയും. മിക്കവാറും എനിക്ക് തോന്നുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഇന്ത്യയിൽ എവിടെങ്കിലുമൊക്കെ ഈ പാസ്റ്റർമാർക്ക് നേരെയൊക്കെ ഒരു ആക്രമണം നടത്തിക്കാൻ, ഇങ്ങനെ മാധ്യമങ്ങൾ നടത്തിക്കാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനി 5 വർഷത്തേക്ക് മിണ്ടുകയേ ഇല്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന അതൊരു നമ്മുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും നാള് നമ്മളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരല്ലേ, ഈ മാധ്യമ വാർത്തയൊക്കെ നമ്മളും കാണുന്നവരല്ലേ. അപ്പൊ ഇതൊന്നുണ്ട്. അപ്പം സമസ്ത മേഖല അവർ കടന്നു കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറെക്കുറെയൊക്കെ സത്യവുമുണ്ട്. സത്യമുണ്ടെന്ന് വെച്ചാൽ RSS കടത്തിവിടുന്നതല്ല, RSSനോടോ ഇല്ലെങ്കിൽ അവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടോ അവരുടെ ആശയങ്ങളോടോ അനുഭാവമുള്ളവർ പല മേഖലയിലും കടന്നുകൂടിയിട്ടുണ്ട്. അവരെ ഇനി പുറകോട്ട് കളയാൻ കഴിയില്ല. അവർ അനുദിനം കൂടുകയാണ്. കാരണം ഈ ഒരു രീതി തന്നെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നത്. അവര് ഈ നാസിസം എന്നൊക്കെ പറഞ്ഞതിനെ ചെറുതാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയ രീതിയിൽ വളർന്നു വരുന്ന ഒരു വികാരം ദേശീയതയാണ്. നമ്മുടെ രാജ്യം ഉള്ളൊരു വലിയ വികാരം നമ്മുടെ യുവാക്കൾക്കിടയിൽ വല്ലാതെ കൂടിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു വികാരമില്ലായിരുന്നു. ഇന്നൊരു ചെറിയ കാര്യത്തിനുമുണ്ട്. അതായത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാം, നമ്മളൊക്കെ ചെറിയ ചില സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്. നമ്മളൊന്നും ഇതുവരെ ജീവിതത്തിൽ കേൾക്കാത്ത ചില സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്. അതിൽ പോലും ജയിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം നമ്മുടെ ഇന്ത്യക്കാര് അത് വലിയ ആഘോഷമാണ് അത് നടത്തുന്നത്. ചിലപ്പോൾ ആ കളി എന്താന്ന് പോലും ആർക്കും അറിയത്തില്ല. അത് എന്ത് കളിയാണെന്ന് ആർക്കും അറിയില്ല, എനിക്കും അറിയത്തില്ല. അത് കാണുന്നവർക്കും ബഹുഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല. അങ്ങനെ സ്പോർട്സ് ജയിച്ചാലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഉന്നത സ്ഥാനത്ത് എത്തിയാലും ഒന്നും വേണ്ട, നമ്മുടെ ഒരു ഇന്ത്യൻ ജനിച്ചു വളർന്ന ഒരു കൊച്ചുകുട്ടി ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്ന് എന്തെങ്കിലും ഒരു പാട്ട് പാടിയാൽ പോലും അത് വൈറലാക്കണമെന്നൊരു വൈകാരികമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്. അതിനെ ഡൗൺ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ന്യൂയോർക്ക് ടൈംസിന്റെ മാത്രമല്ല, കേരളത്തിലും ഈ സംഭവം നടക്കുന്നുണ്ട്. കേരളത്തിലും ഈ സംഘി പട്ടം ചാർത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകളെ താറടിച്ച് കാണിക്കുക എന്നുള്ളത്, സംഘി എന്ന് പറയുമ്പോൾ എന്തൊരു മോശമാണ്, അതുകൊണ്ട് അവൻ സംഘിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. എപ്പോഴും അകറ്റി നിർത്താൻ ശ്രമിച്ചിടത്തു നിന്നാണ് അവർ കയറി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വലിയ ഒരു കാര്യം തന്നെ. കാരണം നമ്മൾ ഒരു ആളെ കുറിച്ച് ഒരു ദിവസം 10 തവണ പറയുമ്പോൾ അയാളെ കുറിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി കൂടി ഇതിന് വലുതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ലേഖനത്തിൽ പറയുന്ന ആ ഹെഡിങ് എനിക്ക് സുഖിച്ചു. അത് കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നതാണ്. എന്ത് സംഭവിച്ചു നമ്മുടെ മാധ്യമങ്ങളും പറയുന്നുണ്ട്, RSS ഒരു ഇലുമിനാറ്റിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു അജ്ഞാതമായ ഒരു ശക്തി പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത്, മുൻപ് എന്ന് പറഞ്ഞാല് മൊസാദ് എന്നൊക്കെ പറയുന്നത് പോലെ ഇല്ലെങ്കിൽ അജ്ഞാതർ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ലെവലിലേക്കാണ് ഇവർ RSSനെ എത്തിച്ചിരിക്കുന്നത്. പക്ഷെ അത് പരോക്ഷമായി നടക്കുന്ന പ്രക്രിയകളാണ് RSSനുള്ളത്. കാരണം തുറസായ ഇടങ്ങളിൽ നടക്കുന്ന ശാഖകൾ മാത്രമാണ് അതിന്റെ ബേസ് എന്ന് പറയുന്ന കാര്യം തന്നെ. അല്ലാതെ അവർ അടിക്കടി മീറ്റിംഗ് കൂടാറില്ല, രഹസ്യ യോഗം ചേരാറില്ല. കാരണം ബൈടെക്കുകൾ എന്ന് പറയുന്നത് തന്നെ മാധ്യമങ്ങൾ തന്നെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ബൈടെക്കുകൾ അങ്ങനെയൊക്കെ നടക്കുന്നൊരു സംഭവമാണ്. പിന്നെ ഇവരുടെ ഭയം എന്താന്ന് ചോദിച്ചാൽ, ഇനി ഇന്ത്യ ഒരു കാലത്തും തിരികെ അവരുടെ കയ്യിലെ പാവയായി മാറില്ല. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ ബോംബെടുത്ത് ഇടുകയാണ്. ഇനി ഇങ്ങനെ പറഞ്ഞാലെങ്കിലും ഈ സംഘടനയുടെ ആളുകളെയൊക്കെ ജനം വെറുക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ അതിന് ഈ വർത്തമാനകാല ഇന്ത്യയിൽ അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം അതിനും മാത്രം ഇന്ത്യൻ ദേശീയത വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒറ്റ മുദ്രാവാക്യമാണ് RSSന് 1925 മുതലേ ഉള്ളത്. അവരതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സംഘടന, അതിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ള ഒരു ജനതയും കൂടെ വരുമ്പോൾ ഒരിക്കലും അത് മാറാനുള്ള സാധ്യതകളില്ല. പിന്നെ ന്യൂയോർക്ക് ടൈംസും ഈ കാരവനും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് വാർത്തകൾ എഴുതി, അതായത് ഇന്ത്യ രാജ്യത്തിന് അനുകൂലമായിട്ടോ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടോ വാർത്തകൾ എഴുതിയിട്ടുള്ള മാധ്യമങ്ങളല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്.